തമിഴ്നാട്ടിൽ ബംഗ്ലാദേശികളുടെ വിളയാട്ടം 73 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. തമിഴ്നാട്ടിലെ അതിർത്തി നഗരമായ ഹൊസൂരിലും പരിസര പ്രദേശങ്ങളിലും വൻ സുരക്ഷാ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ഇന്ത്യയിൽ കഴിയാൻ മതിയായ രേഖകളൊന്നും ഇല്ലാതെയാണ് ഇവർ ഇവിടെ താമസിച്ചു വന്നിരുന്നത്. അതായത് യാത്രാ രേഖകളോ വിസയോ ഇല്ലാതെ തന്നെ നിയമവിരുദ്ധമായി താമസിച്ചു വരികയായിരുന്നു ഇവരെന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പിടിയിലായവരിൽ ഇവിടെ 22 പുരുഷന്മാരും 23 സ്ത്രീകളും 28 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്കായി ഇത്തരത്തിൽ കൂട്ടമായി തന്നെ ഇവർ യാതൊരു വിധത്തിലുള്ള രേഖയും ഇല്ലാതെ തന്നെ കറങ്ങി നടക്കുകയാണ്. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ബംഗ്ലാദേശികളെ സമാനമായ രീതിയിൽ തന്നെ പോലീസ് പിടികൂടി എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. പ്രധാനമായും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചും ഇവർ കൂടുതലായി തന്നെ വിഹരിക്കുന്നുണ്ട്. അവിടെ നിന്നും ചില ഏജന്റുമാരുടെ സഹായത്തോടു കൂടി തന്നെ ഇവർ വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് ഒരു കൂസലും ഇല്ലാതെയാണ് ഇപ്പോൾ കേരളത്തിലടക്കം താമസിച്ചു വരുന്നത്. ഇവർക്ക് പിന്നിൽ വലിയ റാക്കറ്റുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും ചിലർ സമൂഹത്തിൽ മാന്യമായ രീതിയിൽ തന്നെ ചില ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ തന്നെ പ്രവർത്തിക്കുകയാണ്. മറ്റു ചിലരാകട്ടെ ഭിക്ഷാടനത്തിന്റെ മറവിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതായിട്ടുള്ള കണ്ടെത്തലുകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അതിർത്തി നഗരമായ ഹൊസൂരിലും പരിസര പ്രദേശങ്ങളിലും വൻ സുരക്ഷാ പരിശോധനയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. ഇന്ത്യയിൽ അവിടെ തങ്ങാനായ ആവശ്യമായ യാതൊരു രേഖ പോലും ഇല്ലാതെയാണ് ഇവർ ഇവിടെ നിയമവിരുദ്ധമായി തന്നെ താമസിച്ചു വരുന്നത്. തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗമായ ക്യൂ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അതീവ രഹസ്യമായ നീക്കത്തിനൊടുവിലായിരുന്നു ഈ വലിയ സംഘത്തെ ഇവിടെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. കൃത്യമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൊസൂർ നഗരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ പരിധിയിൽ വരുന്ന ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം തന്നെ ചില അഗ്രഹാരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടത്തിയ വ്യാപകമായ തിരച്ചിലിനൊടുവിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. കൃഷ്ണഗിരി ജില്ലയിലെ വ്യാവസായിക മേഖലയായ ഹൊസൂരിൽ കുറഞ്ഞ വേതനത്തിൽ ജോലി ലഭ്യമാകാൻ എളുപ്പമാണ് എന്ന് അതിനെ മുൻനിർത്തിയാണ് ഇവർ ഈ ഒരു പ്രദേശം ഇപ്പോൾ താവളമാക്കിയിരിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും തദ്ദേശീയരായ ആളുകളുടെ സഹായത്തോടു കൂടി തന്നെ വ്യാജ ഐഡന്റിറ്റി കാർഡുകളും മറ്റും നിർമ്മിച്ച് ഫാക്ടറികളിലും നിർമ്മാണ മേഖലകളിലും തൊഴിലാളികളായി തന്നെ ജോലി ചെയ്തു വരികയായിരുന്നു. പിടിയിലായ ബംഗ്ലാദേശികളുടെ ആ ഒരു പശ്ചാത്തലവും അവർക്ക് വ്യാജരേഖകൾ ചമയ്ക്കാൻ പ്രാദേശികമായി തന്നെ സഹായം നൽകിയവരെയും കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായ കുടിയേറ്റം അവിടെ കണ്ടെത്താനുള്ള തമിഴ്നാട് പോലീസിന്റെ ശക്തമായ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പുതിയ റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തന്നെ നിരവധി ബംഗ്ലാദേശികളെ പിടികൂടുകയും അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പിടികൂടിയ 73 പേരെയും വ്യക്തിഗത വിവരങ്ങളും ഇതെല്ലാം അവരുടെ രേഖകളെല്ലാം ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയതിനുള്ള നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. എല്ലാ നിയമപരമായ ഫോർമാലിറ്റികളും പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഇവരെ സേലം ജില്ലയിലെ അത്തൂരിലുള്ള ബംഗ്ലാദേശികൾക്കായുള്ള പ്രത്യേക താൽക്കാലിക ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് മാറ്റുമെന്നും തുടർന്ന് ഇവരെ സ്വന്തം രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള ഔദ്യോഗിക നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.